നമസ്കാരം. കേരളം കാത്തിരുന്ന രാജി അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് കൃത്യം 1:30 സംഭവിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചിരിക്കുന്നു. പീഡന പരാതിയെ തുടർന്ന് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ രാജി. പക്ഷേ രാഹുൽ മാങ്കൂട്ടം അത് സമ്മതിക്കുന്നില്ല കേട്ടോ. കാര്യം ഞാൻ ആരുടെയും വാക്കുകൾ കേട്ടിട്ട് രാജിവെക്കുന്നതല്ല, സ്വയമേവ രാജിവെച്ചതാണ് എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെക്കുന്നത്. 2-3 ദിവസമായി ഓരോരുത്തർ വന്ന് അവരുടെ മൊബൈലിലേക്ക് വിട്ട മെസ്സേജിനെ സംബന്ധിച്ചും പീഡന വിവരങ്ങളും ഉൾപ്പെടെ നമ്മുടെ മാധ്യമങ്ങളിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വന്ന ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജിവെക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. അതാണ് ഇപ്പോൾ അവസാനം നമ്മൾ കണ്ടത്. ഇതിൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാരൻ MLA കൂടിയാണ്. MLAയുടെ ഉത്തരവാദിത്വം കാണിക്കാതെ, നാട്ടുകാരോട് പ്രതിബദ്ധതയൊന്നുമില്ലാതെ, അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് എന്ന് പറഞ്ഞു കേട്ടതുപോലെ അതുപോലെ നടന്നിരുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്നതിൽ ഭയങ്കരമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ഈ ആരോപണം വന്നതോടുകൂടി സകല ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട് രാജിയിലേക്ക് എത്തിച്ചേർന്നതിന്റെ കാര്യകാരണങ്ങൾ എല്ലാം മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് ഷാഫി MLA ആയിരുന്ന സമയത്ത് MP ആയി മത്സരിക്കാൻ പോയപ്പോൾ ആ ഒഴിവ് വന്ന നിയോജക മണ്ഡലത്തിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിഗണിക്കുകയും അവിടെ നിന്ന് കള്ളപ്രചരണങ്ങളും അതുപോലെ തന്നെ നട്ടാൽ കുറുക്കാത്ത മറ്റ് നുണകളും പറഞ്ഞുകൊണ്ടാണ് ആ മണ്ഡലത്തിൽ വിജയിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായി അന്ന് താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സരിനായിരുന്നു അവിടെ യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിനിധിയായിട്ട് എത്തേണ്ടിയിരുന്ന ആൾ. പക്ഷേ ഈ ഷാഫി പറമ്പിൽ MP ആയിട്ട് മത്സരിക്കാൻ പോയതിനു ശേഷം ഒഴിവ് വന്ന ആ നിയോജക മണ്ഡലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമിച്ചത് ഷാഫി പറമ്പിൽ MP ആയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജയിച്ച് നിയമസഭയിൽ വരികയും പ്രതിപക്ഷ ബഹുമാനമില്ലാതെ വളരെ മോശമായി ഓരോ ചാനൽ ചർച്ചയിലും മറ്റും നമ്മൾ കാണുന്നതാണ്. വളരെ മോശമായിട്ടാണ് എതിർ ചേരിയിൽ വരുന്നവരോട് മോശമായി സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായി രാഹുൽ മാങ്കൂട്ടം മാറുകയും, അതുപോലെ തന്നെ DYFIയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, DYFIയുടെ പൊതിച്ചോറിനെ സംബന്ധിച്ച് വളരെ മോശമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയുണ്ടായി. അത് പറഞ്ഞത് ഈ DYFIയുടെ താഴേക്കിടയിലെ യൂണിറ്റ് തലം മുതൽ അതുപോലെ തന്നെ ബ്ലോക്ക് കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ഒക്കെ ഓരോ ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലാണ് DYFIയുടെ പൊതിച്ചോറ് വിതരണം നടക്കുന്നത്. അത് മെഡിക്കൽ കോളേജുകളിൽ രോഗികളുടെ കൂടെ വരുന്ന കൂട്ടിരിപ്പുകാർക്ക് അവർക്ക് ആശ്വാസത്തിന് വേണ്ടിയിട്ട് തീരെ പാവപ്പെട്ടവരായിരുന്നല്ലോ മെഡിക്കൽ കോളേജുകളിൽ എത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പാവപ്പെട്ട രോഗികളുടെ കൂട്ടത്തിൽ വരുന്നവർക്കും രോഗികൾക്കും അവിടെ വരുന്ന എല്ലാവർക്കും വിതരണം ചെയ്യുന്നതിന് വേണ്ടി DYFIയുടെ പൊതിച്ചോർ ഓരോ വീടുകളിൽ കയറി ഇറങ്ങി ഓരോ മേഖലാ കമ്മിറ്റി തിരിച്ച് അവരുടെ ആ പ്രദേശത്തുള്ള വീടുകളിൽ പോയി പാവങ്ങളായിട്ടുള്ള വീടുകളിൽ പോയി പൊതിച്ചോറ് പൊതിഞ്ഞ് ആ പൊതിച്ചോറ് കൊണ്ടുപോയി ആതുരാലയങ്ങളിൽ കൊണ്ട് കൊടുക്കുകയും അവിടെ വരുന്ന പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് DYFIയുടെ ഹൃദയപൂർവ്വം പരിപാടി. ആ പദ്ധതിയെ വളരെ മോശമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്.
അതിന്റെ പേരിൽ ഈ കുതിച്ചോറിന്റെ പേരിൽ അനാശാസ്യ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. RSSകാരും അതുപോലെ തന്നെ ഏത് പ്രതിപക്ഷത്തുള്ള ഒരു പ്രസ്ഥാനത്തെ കുറിച്ചും പറയാത്ത ഒരു വാക്കാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെച്ചത്. അതിനൊക്കെ മറുപടി എന്ന വണ്ണമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ നേരെ തിരിഞ്ഞു കുത്തിയിരിക്കുന്നത്. എന്തായാലും ആ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ പാലക്കാട് മത്സരിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായിരുന്നത് സരനായിരുന്നു. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി അവിടെ മത്സരിച്ചത് സരനായിരുന്നു. ആ സരനാണ് ഇപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സരന്റെ വാർത്താ സമ്മേളനം ഏതാനും പ്രസക്ത ഭാഗങ്ങൾ നമുക്കിവിടെ കാണാം. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ആദ്യം MLA-യും പിന്നെ MP-യുമായി താൻ അനുഭവിച്ചിരുന്ന ആ പദവികൾ ദുരുപയോഗം ചെയ്ത് അത്തരം കേസുകളിൽ നിന്ന് തന്റെ പിൻഗാമിയെ രക്ഷിച്ചെടുക്കാൻ വഴിവിട്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് തെളിവാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും. അതിനിടയിൽ തന്നെ ഉണ്ടെങ്കിൽ ഏറ്റുപറയാം. അപ്പോൾ ഏറ്റുപറഞ്ഞ് ഇപ്പൊ അതാണല്ലോ കോൺഗ്രസിൽ നടക്കുന്നത്. കൈവിടുകയാണ്. ഒരാളെ രാജിവെപ്പിച്ചാൽ അങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്നും കോൺഗ്രസ് എന്തോ പവിത്രമായ സംഘടനയാണെന്നും ആ തെമ്മാടിക്കൂട്ടത്തിൽ, ഞാൻ ബോധപൂർവം തന്നെയാണ് വാക്ക് ഉപയോഗിക്കുന്നത്, ആ തെമ്മാടിക്കൂട്ടമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയിൽ ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുന്നത് ബഹുഭൂരിപക്ഷം ആളുകളും വളരെ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അന്തസ്സോടുകൂടി തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് പോലും അതിന്റെ അധികാര കേന്ദ്രങ്ങളിൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ പിടിപ്പുകേട് കൊണ്ടും കയ്യിലിരിപ്പ് കൊണ്ടും സംഭവിക്കുന്ന ഈ അപകടങ്ങൾക്ക് അന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു എൻഡോഴ്സ്മെന്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ എന്നുള്ളത് രാഹുലിന്റെ ഒരു എക്സ്ട്രാ മെറിറ്റ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എനിക്കുള്ള ഓർമ്മ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ വാക്കുകളുടെ കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു പ്രതിപക്ഷ നേതാവ് പ്ലേസ് ചെയ്തെടുത്തത് എന്ന്. ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ കണ്ടു കാണും അല്ലേ? ഗതികേട് എന്നല്ലാതെ വേറൊന്നും പറയാനില്ല, അത് പോട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ്, നിങ്ങൾക്ക് ആ ഫുട്ടേജ് പരിശോധിക്കാം. ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് ആ സ്ഥാനാർത്ഥിത്വത്തിനുള്ള ഒരു എക്സ്ട്രാ മെറിറ്റ് ആണ്, അത് കുറച്ചുകൂടി നല്ലതല്ലേ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഷാഫിയുടെ നോമിനിയാവാൻ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെറിറ്റ് പൊതുസമൂഹം ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഷാഫി പറമ്പിലിന്റെ മെറിറ്റ് എത്രത്തോളം ആയിരിക്കുമെന്ന് പാലക്കാട്ടത്തെ ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ, പാലക്കാട് 3 തവണയായി ജയിച്ച് ജനപ്രതിനിധിയായി പോയ ഒരാളെ വിചാരണ ചെയ്യുന്നതിന് തന്നെയാണ് പാലക്കാട്ടത്തെ ജനത ആഗ്രഹിക്കുന്നത്. കാരണം തങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ച ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അതിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ എന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച് അയാൾക്ക് വേണ്ടി ഒരു മാസം മുഴുവൻ ഇവിടെ നിന്ന് ക്യാമ്പയിൻ ചെയ്ത് ജയിപ്പിച്ചെടുക്കുമ്പോൾ ഏത് മെറിറ്റിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് തനിക്ക് പറ്റിയ പ്രതിനിധി, തനിക്ക് പറ്റിയ പിൻഗാമി എന്ന് ഷാഫി അസന്നിഗ്ധമായി വിശ്വസിച്ചതും അത് നടപ്പിലാക്കാൻ വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയതും പ്രതിപക്ഷ നേതാവിന്റെ എൻഡോഴ്സ്മെന്റോട് കൂടി തന്നെ ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ എന്നുള്ളതിന്റെ ആ എക്സ്ട്രാ മെറിറ്റ് കൂടി സ്ഥാനാർത്ഥിത്വത്തിന് ഗുണകരമാണ് എന്നുള്ള വ്യാഖ്യാനത്തിൽ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ, പാലക്കാടിന്റെ സാധാരണ ജനതയെ പറഞ്ഞു പറ്റിച്ചത് എന്നും അതുകൊണ്ട് തന്നെ വിചാരണ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുലിൽ അവസാനിക്കില്ല, അത് ഷാഫി പറമ്പിലേക്ക് കൂടി തുടരേണ്ടി വരും, അത് പ്രതിപക്ഷ നേതാവിലേക്ക് കൂടി പടരേണ്ടി വരും എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് സരനുമായി അന്ന് ഈ പാലക്കാട് മത്സരിച്ച സമയത്ത് സരൻ ഒരു വിവാഹ പാർട്ടിയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അവിടെ ചെന്ന് ആ പാർട്ടിയിലൊക്കെ പങ്കെടുത്ത് പോകുന്ന നേരത്ത് അവിടെ ഷാഫി പറമ്പിലും ഈ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവും ആ പൊതുസ്ഥലത്ത് എത്തിച്ചേരുകയുണ്ടായി. ആ സ്ഥലത്ത് വെച്ച് സരൻ എതിർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ കൈ ഷെയ്ക്കാൻഡ് കൊടുക്കുന്നതിന് വേണ്ടി ചെന്നപ്പോൾ അന്ന് മുഖം തിരിഞ്ഞു പോയത് നമ്മൾ വളരെ സങ്കടകരമായി നമ്മൾ കണ്ട കാഴ്ചയായിരുന്നു. അത് ചാനലിൽ മറ്റും നമ്മൾ കണ്ടപ്പോൾ വളരെ സങ്കടത്തോടു കൂടി, ഏതൊരു വ്യക്തിയാണെങ്കിലും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി ഒന്ന് ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് പോകുന്നതിന് എന്താണ് കുഴപ്പം? പക്ഷെ അന്ന് സരിൻ വളരെ വേദനയോടുകൂടി അന്ന് വിളിച്ചു പറഞ്ഞു, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് കേട്ടോ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഷാഫിയോടും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോടും അന്ന് പറഞ്ഞത് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതായിരുന്നു. ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തും
പാലക്കാട് നിന്ന് ജയിപ്പിച്ച പാവപ്പെട്ട ജനങ്ങളുണ്ട്. ആ ജനങ്ങളെ വരെ വെട്ടികളാക്കുന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓരോ പെരുമാറ്റവും. ഇത് പെട്ടെന്ന് കിട്ടിയ ഈ അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഗർവിനുള്ള തിരിച്ചടിയായിട്ട് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് വന്നിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണം.